ഫസ്റ്റ് ഈ പോളറോയിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആപ്പാണ് ക്യാൻവ ആപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക ഇങ്ങനൊരു ക്യാൻവാസാണ് വരിക. അതിൽ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ A3 ഡോക്യുമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യാം. A3 ഡോക്യുമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ വരും. അപ്പോൾ ഒരു A3 ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് അതിൻ്റെ താഴെ എലമെൻറ്റ്സ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ എലമെൻറ്റ്സ് എന്ന ബട്ടൺസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യാം. പോളറോയിഡ് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള പലതരം പോളറോയിഡ്സ് കാണാം. ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ റെക്റ്റാങ്കുലർ ആയിട്ടുള്ളൊരു പോളറോയിഡാണ്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. ഇതിന് ശേഷം അത് കൊണ്ടുവന്നിട്ട് A3 ഡോക്യുമെൻറ്റിൽ പ്ലേസ് ചെയ്യാം. ആ A3 ഡോക്യുമെൻറ്റിൽ പ്ലേസ് ചെയ്തിട്ട് അത് നമ്മുടെ അവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് പോവാം. ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ വരും. അങ്ങനെ സെലക്ട് മൾട്ടിപ്പിൾ വരുമ്പം എല്ലാം നമ്മൾ സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെറുതും വലുതാക്കാം. ഞാൻ ഒരു റോയിൽ 8 എണ്ണം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് അത്ര ചെറുതാക്കിയത്. ദെൻ അതിൻ്റെ ലാസ്റ്റ് ഒന്നും കൂടെ കോപ്പി ചെയ്തിട്ട് അതിനനുസരിച്ച് ആ റോയിൽ ഫിക്സ് ചെയ്യാം. ദെൻ വീണ്ടും ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഫ്രെയിമും ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ഫ്രെയിമും ഒന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു പ്ലസ് ബട്ടൺ വരുന്ന ഒരു ബോക്സാണ്. അത് കോപ്പി ചെയ്ത് പോകുമ്പം അങ്ങനെ ഓരോരോ റോ സെയിം ലെവലിൽ നമുക്ക് കിട്ടും. അങ്ങനെ സെയിം ലെവലിൽ കിട്ടിയതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പം താഴെ ഒരു റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഫോട്ടോ ഫ്രെയിമിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. അങ്ങനെ ഏതിലൊക്കെയാണോ നമുക്ക് ഏതൊക്കെ ഫോട്ടോ ആണ് ആഡ് ചെയ്യാനുള്ളത് ആ ഫോട്ടോസ് നമ്മൾ ഇതേപോലെ ഒരു ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് അതിൽ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മേലെ ഒരു ഡൗൺലോഡ് താഴേക്കൊരു ആരോമാർക്കും മേലേക്കൊരു ആരോമാർക്കും കാണുന്നില്ലേ, അതിൽ മേലേക്ക് കാണുന്ന ആരോമാർക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് A3 ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും.